ഇനി ഒച്ച വെച്ചോ, ബഹളം കൂട്ടിക്കോ. അവിടെ പാണ്ഡ്യാലയിൽ വെച്ചത് വേണ്ട. കൂലിക്കാരും കച്ചവടക്കാരും കേട്ടാ എന്ത് വിചാരിക്കും? നമ്മൾ തമ്മിൽ ഏതോ ഒരു പെണ്ണിന് വേണ്ടി പണക്കടിക്കുകയാണെന്ന് അല്ലേ? അങ്ങനല്ലേ വിചാരിക്കൂ? എന്നെ ചീത്ത വിളിക്കണോ നായരെ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? പറഞ്ഞല്ലോ എന്നെ ചീത്ത വിളിക്കാൻ. ഞാനത് കേൾക്കേണ്ടവനാ. കാരണം ഒരുത്തൻ ഒരു ഊരാക്കുടുക്കിപ്പെട്ടപ്പോ ഞാൻ അയാളെ സഹായിക്കാൻ പോയി. ഇക്കാലത്ത് ആരും ആരെയും സഹായിക്കാൻ പാടില്ല. സഹായിച്ചാൽ അവൻ ചീത്ത വിളി കേൾക്കണം, അടിയും കൊള്ളണം. സഫിയത്തെ കണ്ട ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഹസനക്കൊക്കെ അറിയോ, ജീവിതത്തിൽ ആദ്യമായിട്ട് മുരിങ്ങച്ചോട്ട് രമേശൻ നായർ നുണ പറഞ്ഞു. സഫിയത്തോടും കടയിലെ കുറിപ്പിനോടും ഒക്കെ ഒന്നല്ല ഒരു 10 നുണ. എന്റെ നായരെ, ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ എന്നോട് ദേഷ്യം തോന്നരുത്. നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. തന്നെ താൻ പൊക്കി പറയുക, അത് കുറച്ച് കൂടുതലാ. കുറച്ചല്ല, വളരെ കൂടുതലാ. ആരാ ഈ മുരിങ്ങച്ചോട്ട് രമേശൻ നായർ? മൗലാന അബ്ദുൽ കലാം ആസാദോ, ഗാന്ധിജിയോ? ഒന്നുമല്ലല്ലോ. പച്ച മനുഷ്യന്മാര് കുറച്ചൊക്കെ നുണ പറയും, പറയേണ്ടി വരും. ആരും ദ്രോഹിക്കാനൊന്നും അല്ലല്ലോ. ഞാനും ആ കുട്ടിയും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഹസനക്ക സഫിയത്തോട് പറഞ്ഞതല്ലേ എല്ലാ കുഴപ്പത്തിനും കാരണമായത്. ഒരു വലിയ കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കുഴപ്പം ചെയ്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കുട്ടിയോട് വിളിച്ചോട്ട് പൊക്കോളി. അപ്പൊ പിന്നെ സഫിയാത്ത നിങ്ങളെ അന്വേഷിച്ച് വരില്ലല്ലോ. ഞാൻ എങ്ങോട്ട് വിളിച്ചോണ്ട് പോകാൻ? അതെനിക്കെങ്ങനെ അറിയാം? എന്റെ ഹസനക്ക, ആപത് ഘട്ടത്തിൽ സഹായിക്കുന്ന ആളാണ് ഒരു നല്ല സുഹൃത്ത്. അങ്ങനെ സഹായിച്ച ഒരു സുഹൃത്തിനെ മറ്റേ സുഹൃത്ത് ചീത്ത വിളിക്കാൻ പാടില്ല, മനസ്സിലായോ? പക്ഷേ എന്ത് പക്ഷേ? നേരെ നിങ്ങൾ സഫിയാത്തെ ചെന്ന് കാണാം. ഇനി അന്വേഷിച്ച് കടയിലേക്ക് വരണ്ടെന്ന് പറയേ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ പെണ്ണിന് പണി ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. അതേ ഉള്ളൂ വഴി. എനിക്ക് തിരക്കുണ്ട്, പിന്നെ കാണാം. സഫിയത്ത, സഫിയത്ത. ഉമ്മ വീട് പണി നടക്കുന്ന സ്ഥലത്താ. അതെവിടെയാ ആ സ്ഥലം? ഗേറ്റ് കിടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 1/2 കിലോമീറ്റർ നടക്കണം. അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ സഫിയത്തെ കാണുന്നില്ല. ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അവനെ എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. എനിക്കൊരു വീടുണ്ട്, കുടുംബമുണ്ട്. ചെലവിനുള്ളത് ഹസനക്ക് കൊണ്ട് തരും. എന്നെ അന്വേഷിച്ച ഒരാളും ഇനി നാട്ടിലേക്ക് വരരുത്. ഇളാപ്പടമുള്ള കല്യാണത്തിനോ മൂത്താപ്പടമുള്ള ചാവടിയന്തരത്തിനോ എന്തിനായാലും ശരി, അതുവഴി പോകുമ്പോ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി എന്ന് വിളിച്ചോണ്ട് ആ സ്ത്രീ എന്റെ കടയിൽ വരാൻ പാടില്ല. കുട്ടിക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ ജോലിക്കാരും വല്ലതും? ജോലി വേണമെങ്കിൽ പുറത്തിറങ്ങി നടന്ന് അന്വേഷിക്കണം. ഇങ്ങനെ വീട്ടുകാവിൽ ജോലി ആരെങ്കിലും കൊണ്ട് ഉരുട്ടി വായിൽ വെച്ച് തരുമോ? എനിക്ക് അവിടെ 100 കൂട്ടം കാര്യങ്ങളാ. പോവാ, ഇനി ഞാൻ ഇങ്ങോട്ട് വന്നു വരില്ല. ഞാൻ അന്നേ മരിച്ചോളാന്ന് പറഞ്ഞതാണല്ലോ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു ബുദ്ധിമുട്ടും സഹിക്കണ്ട. എന്തായാലും ഈ ജീവനം കൊടുക്കുന്നതാ നല്ലത്. എന്താ കുട്ടി ഇത്? പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മരണം മാത്രമേ ഉള്ളൂ വഴി? ഇനി അതേ ഉള്ളൂ എനിക്ക് വഴി. അല്ല, ജീവിച്ചു പൊരുതണം. ജീവിതം തരാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന കവിവാക്യം എപ്പോഴും ഓർക്കുക. കവിത എഴുതുന്നത്ര എളുപ്പമല്ല ജീവിക്കാൻ. എളുപ്പമാണ്. ഒരു പേനയും ഒരു തുണ്ട് പേപ്പറും ഉണ്ടെങ്കിൽ കവിത എഴുതാം. ജീവിക്കണമെങ്കിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം. ഒരു ജോലി ശരിയാക്കി തരാൻ എനിക്ക് ആരുമില്ലല്ലോ. അയ്യോ, ജോലി ശരിയാവും, നമുക്ക് ശരിയാക്കാം. കുട്ടി ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനോ കരയാനോ ആത്മഹത്യ ചെയ്യാനും തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊന്ന് അന്വേഷിക്കട്ടെ, സംയമനം പാലിക്കുക. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. സഫിയാത്തെ കുട്ടി തടുത്തോളാം കേട്ടോ. കിഷൻകുട്ടി, സഫിയാത്തേക്ക് സന്തോഷായി മോനെ. ഇജ്ജ് വന്നല്ല മോളെ. കിഷൻകുട്ടിക്ക് ചായയൊക്കെ കാച്ചി കൊടുത്ത കെട്ടിയോ വന്നിട്ട് എന്റെ മോത്തൊരു തെളിച്ചില്ലാത്ത എന്താ മോളെ? കിഷൻകുട്ടി എന്നെ വയക്കുമല്ലോ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല സഫിയാത്ത. ചിലപ്പോ ഞാൻ ഉടനെ പോകുന്നതിന്റെ വിഷമം. എങ്ങനെ 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 വിഷമം കൊണ്ട് ഞാൻ ഉടനെ പോകുന്നതിന്റെ. കിഷൻകുട്ടി, മൊത്തത്തിലുള്ളാണ്ട് ഈ പോക്ക് തീരെ ശരിയല്ലേട്ടാ. ജോളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയേ. നിക്കാ കഴിഞ്ഞോ കൊടുക്കാനോ പുതയ്ക്കാനോ എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ടുണ്ട? ചെല്ലു മോളെ, ഇജ്ജ് പോയെന്ന് കുളിച്ചാളാ. എന്നിട്ട് രണ്ടാളും പോയി വല്ല സിനിമയെ നാടകം എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് വരും. ചെല്ലേന്ന്. എനിക്ക് ഉടനെ പോണം സഫിയാത്ത. മിണ്ടി പോരുത് ബലാലേ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താണ്ട് എന്റെ വിചാരം? ഓക്കും ഉണ്ടാവില്ലേ മോനെ കെട്ടിയവന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും ചിരിച്ചു കളിച്ച് രസിക്കാനും ഒക്കെ ഒരാശ. മാറി കൊടുക്കാൻ നല്ലൊരു അടിപ്പാവടയും കൂടി ഇല്ല പാവത്തിന്. ഇജ്ജ് കൂട്ടിക്കൊണ്ട് പോയി 5-6 സാരിയും കുപ്പായത്തിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുക്കി. എങ്കിൽ ഞാൻ ഉടനെ പോയി വാങ്ങിച്ചോണ്ടിരാൻ സഫിയാത്ത. നിക്കടോ അവിടെ, ഇരിക്കടോ. ആ കസരമേട്ടിരിക്കാൻ. ഓളിപ്പൊ കുളിച്ചിട്ട് വരും. രണ്ടാളും കൂടെ ഒന്നിച്ചു പോയി മേടിച്ചാ മതി കേട്ടാ. അദ്രിമാൻകുട്ടി എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് മുയ്യോനും പേടിയാ. ബസീറിന്റെ ബാപ്പ
മൂപ്പരെ വരച്ച് വരെ നിർത്തിയോളാ ഈ സഫിയാത്ത. അസനോട് ചോദിച്ചാ മതി. അന്റെ വേഷം കിട്ടുന്നു ഞമ്മടെ അടുത്ത് വേണ്ടട്ടാ. ആ എന്താ വേണ്ടത് സാർ? എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാറിനുള്ളതും ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത്? അതെന്റെ ഭാര്യയൊന്നുമല്ല, വേറെ ആരുടെ ഭാര്യ. സോറി സാർ. ദേ ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെടുത്തോളൂ. ഇതാര്? രമേശൻ സാറോ? സാർ ഇവിടെ നിന്നാണോ ഡ്രസ് എടുക്കാറ്? അല്ല, ഞാനിവിടെ തനിച്ച് വെറുതെ ഒന്ന് കയറിയത്. വെറുതെ ആരെങ്കിലും തുണിക്കടയിൽ കയറുവോ സാറേ? അല്ല, വെറുതെ അല്ല. ലേഖയ്ക്ക് ഒരു സാരി വാങ്ങണം, പട്ട് സാരി. ടീച്ചർ എന്താ ഇവിടെ? ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ ചെറിയ ഷോപ്പിംഗ് നടത്തി കളയാന്ന് കരുതി. പട്ടുസാരി വാങ്ങണമെങ്കിൽ ലേഖ ടീച്ചറേയും കൂട്ടാമായിരുന്നില്ലേ? അത് ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാം അവൾക്ക് ഇഷ്ടാ. ഇതെങ്ങനെയാണ് ടീച്ചറെ? അതിനിത് പട്ടല്ലല്ലോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മിസ്റ്റർ? സോറി. ഈ ചുരിദാറൊക്കെ എവിടെ? ദാ അവിടെ ആ റെഡിമെയ്ഡ് സെക്ഷനിലെ. എക്സ്ക്യൂസ് മീ. ഞാൻ തനിച്ചേ ഉള്ളൂ, എന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല. അല്ലേലും തുണിക്കടയില് നമ്മൾ തനിച്ചേ വരാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട് ടീച്ചറെ. ടീച്ചർക്ക് കുടിക്കാൻ കാപ്പിയോ ചായോ? ഇതതിന് ഹോട്ടലല്ലല്ലോ. ഓ, പറഞ്ഞ പോലെ ഹോട്ടലല്ലല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് ഇറങ്ങാം. അപ്പൊ സാരി? ഓ, തിരക്കിനിടയിൽ അത് ഞാൻ മറന്നു. എനിക്ക് ടീച്ചർ ഇറങ്ങിക്കോളൂ. എന്താ ഒരു പരിഭ്രമം പോലെ? എന്ത് പരിഭ്രമം? ഒരു പരിഭ്രമം ഇല്ല. എന്തിനാ പരിഭ്രമം വയ്ക്കുന്നത്? ശരി, ഞാൻ നടക്കട്ടെ. ഓ, ദാ ബില്ല്. 4200 രൂപയോ? സാരിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്ന പിടിച്ച്. ആഹാ, നിങ്ങൾ സിനിമയ്ക്കൊന്നും പോയില്ലേ മക്കളെ? 5 വർഷത്തേക്കുള്ള തുണി വാങ്ങിയിട്ടുണ്ട് സഫിയത്ത. അരി എത്ര മാപ്പിളയും ചോദിക്കുമ്പോ പയറഞ്ഞാരി എന്നാണോടോ പറയാ? സിനിമേന്റെ കാര്യം എന്നോട് ചോദിച്ചത്. സിനിമ കാണാൻ എന്റെ ബസ് വിട്ടു പോകും. എവിടത്തേക്കുള്ള ബസ്? അല്ല, എന്നിട്ട് കട പൂട്ടണേ. ഇന്ന് ആ കട തുറന്ന് അങ്ങനെ കിടക്കുള്ളൂ. ഡോ കിഷൻകുട്ടി, മനുഷ്യനായ കുറച്ച് മനസാക്ഷി വേണം. ഇന്ന് ഇവിടുന്ന് എങ്ങോട്ടും പോകൂല. അയ്യോ സഫിയാത്ത, എനിക്ക് പോയേ പറ്റൂ. എവിടെയാടാ എനിക്ക് പോണ്ടത്? കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇവിടെ ഉള്ളപ്പോ ഇജ്ജ് വേറെ എവിടേക്കാ പോണെന്ന്? 2 കോയിനെ അർത്ഥക്കണത്. നെയ്ച്ചോറുണ്ട്, അരിപ്പത്തിരി ഉണ്ട്. വയറ് നിറച്ച് അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളി. സഫിയാത്ത, അത് ഏത്? എനിക്ക് മാറാൻ തുണിയൊന്നുമില്ല. വീട്ടിൽ പോയി അത് എടുത്തോണ്ട് വന്നിട്ട് നാളെ ഇവിടെ കൂടാ. എന്റെ മോനെങ്ങനെ നാളെ കൂടണ്ട കേട്ടാ, ഇന്ന് കൂടിയാ മതി. കിഷൻകുട്ടി, നിന്റെ ബസീറിന്റെ ലുങ്കിയും കുപ്പായം എമ്പാടുണ്ട് ഇവിടെ. ഏതാ വേണ്ടച്ച എടുത്തു കൊടുത്തോളി. ഇങ്ങോട്ട് വന്നാട്ട്. ദാ ഇത് കണ്ട, നിന്റെ മോൻ ബസീറിന്റെ മുറിയാ. വേറൊരാളെ നമ്മൾ ഇതിനകത്ത് കേട്ടിട്ടില്ല. അനക്ക് വേണ്ടിട്ടാ ഇന്ന് ഈ മുറി ഒരുക്കിയത്. മനസ്സിലായ പോത്തെ എനക്ക്. വെക്കം കൈ അയ്യിട്ട് വാ, ഞമ്മള് നെയ്ച്ചോറ് വിളമ്പിയേക്കാം. മോളെ ജാനു, നിങ്ങള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു കൊടുക്കാൻ നിക്കാകും കഴിച്ചു. അതുകൊണ്ടായില്ല. ആണുങ്ങളെ വശീകരിച്ച് നിർത്താൻ പെണ്ണുങ്ങൾക്ക് വേണം ഒരു മിടുക്ക്. അനക്കതില്ല. അത് ഉമ്മ എന്തുണ്ടാവും പോണം പോണെന്ന് പറയണത്? കൊള്ളാഞ്ഞിട്ട്. അനക്കറിയോ ബസീറിന്റെ ബാപ്പ വറ്റ് കൈ കൊണ്ട് കോയിനെ തളിച്ച മാതിരിയാ. ഞമ്മടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. ആരുടെ മിടുക്കാ? ഞമ്മടെ മിടുക്ക്. ആ, മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, കുളിക്കാൻ എണ്ണയും കോയമ്പും തേപ്പിച്ചു കൊടുക്കല്, പിന്നെ പല കഥകളും പറഞ്ഞു കൊടുക്കല്, പാട്ടുകൾ പാടിക്കൊടുക്കല്. ആശിച്ച പൂമണിമാരന്റെ മാറിൽ ചായാൻ കൽബില് ഹാജത്ത്, ആദ്യ സമാഗമരാവിൽ നൽകാൻ ഉണ്ടെന്റെ മേനിയിൽ ദൗലത്ത്. എന്റെ റബ്ബേ, ഈ പാട്ട് മൂപ്പർക്ക് വലിയ ഇഷ്ടായിരുന്നു. ഇത് പാടി കഴിയുമ്പോ നമ്മളെങ്ങനെ കെട്ടി ഒരു പിടുത്ത. പെണ്ണുങ്ങൾ അങ്ങനെയാ വേണ്ടത്. അനക്ക് തിരിഞ്ഞ
അടിച്ചിന്റെ കണ്ണു പൊട്ടിക്ക സൂപ്പറെ. ഓനെന്താ എനിക്ക് പൊക്കളഞ്ഞ്? അന്നോടല്ലേ ഇവിടെ കുസ ഞാൻ ചോദിക്കണത്. ഓൻ എന്തുകൊണ്ട് പോയി? അത് മുണ്ടരുത്. പുതുക്കക്കാരനായതുകൊണ്ട് ഓന് കുറച്ച് നാണുണ്ടാവും. ജല്ലേ അത് മാറ്റേണ്ടത്. ചെല്ലടി, ചെന്ന് ഓനെ സ്നേഹിക്കടി. റബ്ബേ, സ്നേഹിച്ചോനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ.